ഹായ്, നമ്മൾ LCH കീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പം തടി കുറയോ ഇല്ല എന്നുള്ള ഡൗട്ടുകൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ആദ്യത്തെ അത്ര റിസൾട്ട് കിട്ടില്ല എന്നുള്ള സംശയങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു നമ്മൾ LCH അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് എന്തായാലും കിട്ടും. നമുക്ക് ഒന്ന് നമ്മൾ ആദ്യം എന്ത് സംഭവിച്ചു ആദ്യം നമ്മൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ ചെയ്യും. നമ്മൾ അതായത് നമുക്ക് LCH അപ്ഡേറ്റ് നമ്മൾ ശരിക്ക് എന്താണെന്ന് അറിയാതെ നമ്മൾ പേടിച്ചിട്ട് നല്ലപോലെ ചെയ്യും. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിനൊരു ഉദാഹരണം പറയുന്നത്, നമ്മൾ ഒരു വണ്ടി ഡ്രൈവിങ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ നമ്മൾ രണ്ട് സൈഡിലേക്കും മുമ്പോട്ടും എല്ലാ ഭാഗത്തേക്കും നോക്കിയിട്ട് നമ്മൾ ഓടിക്കുള്ളൂ. വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വണ്ടി ഓടിക്കുള്ളൂ. നമ്മൾ വണ്ടി ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഒരു നെവർ മൈൻഡ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വണ്ടി ഓടിക്കുള്ളൂ. ഒന്ന് സ്പീഡ് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമ്മൾ ഒരു നെവർ മൈൻഡ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വണ്ടി ഓടിക്കുള്ളൂ. അങ്ങനെ വേണം നമുക്ക് ഉദാഹരണം പറയാം. അപ്പോൾ നമ്മൾ കീറ്റോഡേറ്റ് നമ്മൾ ഒരു തവണ ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചൊക്കെ എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലും ആവോ ഇല്ല എന്നുള്ള ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഡേറ്റിലേക്ക് നമ്മൾ എത്തി, നമ്മൾ പിന്നെ ഡേറ്റ് നമ്മൾ പിന്നെ അത് ബ്രേക്ക് ചെയ്ത് രണ്ടാമത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വണ്ടി ഓടിച്ച് പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്പീഡ് പോകും, ഇങ്ങോട്ടൊക്കെ നോക്കും നമ്മൾ. പക്ഷേ നമ്മൾ ആ ഒരു ഇതിൽ പോകും, നമ്മൾ നെവർ മൈൻഡ് ആക്കി എടുക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത് നമ്മൾ കീറ്റോ ഡേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെവർ മൈൻഡ് ആയിരിക്കും, ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒന്ന് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, കീറ്റ് നമ്മൾ ഒന്ന് ചീറ്റ് ചെയ്യും. നമ്മൾ ചീറ്റ് മീൻസ് നമ്മൾ മറ്റുള്ള ഫുഡൊക്കെ കഴിക്കും. ഇപ്പം എൻ്റെ വീട്ടിലിപ്പം ചക്ക കിടക്കുന്നത്, ചക്ക എനിക്ക് കഴിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ തന്നെ ചക്ക കിടക്കുന്നത്, ചക്ക ഉണ്ടതാ, ചക്ക എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതേപോലെ മാങ്ങ ഉണ്ട്, മാങ്ങയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കൊക്കെ മാങ്ങ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊന്ന് രണ്ടാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പീസ് ചക്ക കഴിച്ച് അല്ലെങ്കിൽ ഒരു മാങ്ങ കഴിച്ച് എന്നിട്ട് പ്രശ്നമൊന്നുമില്ല എന്നെല്ലാം എന്ത് നമുക്ക് കഴിക്കും. ഒന്ന് കഴിച്ച് രണ്ടെണ്ണം കഴിക്കും, രണ്ടെണ്ണം കഴിച്ച് മൂന്നെണ്ണം കഴിക്കും, കഴിച്ച് അധികമായി പോകും, എന്തായാലും അധികമാകും അത്. അപ്പോൾ നമ്മളത് കീറ്റോ രണ്ടാമത് ഇത് റീസ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് വരുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അറിയാവുന്ന കാര്യം അത് നമ്മൾ എന്ത് ചെയ്യും, ചെറിയ രീതിയിലേക്ക് നമ്മൾ ചീറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ചീറ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ആദ്യം എടുത്ത അതേപോലെ തന്നെ റിസൾട്ട് നമുക്ക് കിട്ടും. എൻ്റെ ഇത് കീറ്റോ ഞാൻ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം റീസ്റ്റാർട്ട് ചെയ്തിട്ടും 9 കിലോ 10 കിലോ ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇട്ട വീഡിയോ രണ്ടാമത്തെ വീഡിയോ കൂടെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും, എൻ്റെ മുഖത്തിൻ്റെ അത് മാറ്റം കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പം ക്യാമറ ഇത്ര അടുത്ത് എൻ്റെ ഒരു കൈച്ചാണ്ട അകലത്തിനാണ് ഞാൻ ഇപ്പം ക്യാമറ എടുക്കുന്നതിന്. ലോങ് നിന്ന് എടുക്കുകയാണെങ്കിൽ മുഖത്തിന് ഒന്നും കൂടെ നല്ല മാറ്റമായിട്ട് തോന്നും. പിന്നെ ഞാൻ ആദ്യം ഇങ്ങനെ കളിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഇവിടെയൊക്കെ ഇതൊന്ന് ഇപ്പോൾ എല്ലൊക്കെ കാണുന്നുണ്ട്. അതങ്ങനെ കടിക്കുമ്പോൾ എല്ലൊന്നും കാണില്ല. അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഓരോ ഗോഷ്ടി കാണിക്കുന്നില്ല. വേറെ തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് അതായത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തെന്ന് എഴുതിയിട്ട് നമുക്ക് അങ്ങനെ മാറ്റം വരാതിരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആരും എന്ത് ചെയ്യേണ്ട, വിഷമിച്ചിരിക്കുന്നുണ്ട്. കീറ്റ് നമ്മൾ ആദ്യം എങ്ങനെ തുടങ്ങിയത് അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യും, നല്ല റിസൾട്ട് കിട്ടും. കീറ്റ് ഒരു നെവർ മൈൻഡ് ആക്കി എടുക്കാതെ നമ്മൾ LCH ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് കീറ്റ് നമ്മൾ നെവർ മൈൻഡ് ആക്കി എടുക്കാതെ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ ഇപ്പോൾ ഞാൻ രണ്ടാം പാർട്ട് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാർട്ടുകൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണണം. കാരണം അതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് എന്താണ് കീറ്റെന്നൊന്നും അറിയില്ല. നമുക്ക് ഒരുവിധം എല്ലാ വെജിറ്റബിൾസും നമുക്ക് കഴിക്കാം. നമുക്ക് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവാത്ത എല്ലാ വെജിറ്റബിൾസും നമുക്ക് കഴിക്കാം. മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്നതാണ് ചേന, ചേമ്പ്, കപ്പ, പിന്നെ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന സാധനമൊക്കെ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം അല്ലാത്തൊക്കെ നമുക്ക് കഴിക്കാം, നമുക്ക് മണ്ണിൻ്റെ അടിയിൽ കഴിക്കാം. അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ മണ്ണിൻ്റെ അടിയിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമുക്ക് മണ്ണിൻ്റെ മുകളിലുള്ളതൊക്കെ നമുക്ക് കഴിക്കാം. നമുക്ക് മത്തൻ കഴിക്കാൻ പറ്റില്ല, അതൊക്കെ നമുക്ക് കഴിക്കാം. കുമ്പളൊക്കെ കഴിക്കാം. അപ്പം മത്തന് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവില്ല, മുകളുണ്ടാകുന്നതാണ്. മത്തം മാത്രമേ ഉള്ളൂ നമുക്കതിന് മണ്ണിൻ്റെ മുകളുള്ളത് കഴിക്കാൻ പറ്റാത്തതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ പച്ച പഴുത്ത് കഴിഞ്ഞാൽ മധുരമില്ലാത്ത എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാം. പച്ച പഴുത്ത് കഴിഞ്ഞാൽ മധുരമില്ലാത്ത എല്ലാ ഫ്രൂട്ട്സും. ഇപ്പോൾ പപ്പായ നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പപ്പായ നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം പച്ച പപ്പായ പഴുത്ത് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവും, നമുക്ക് പപ്പായ കഴിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി, നമ്മൾ പച്ച പഴുത്താൽ മധുരമുള്ള ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും അങ്ങനെ തന്നെ. അപ്പം അതൊന്ന് ഇത് ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് എല്ലാ മീറ്റും നമുക്ക് കഴിക്കാം. നമുക്ക് എല്ലാ മീറ്റും കഴിക്കാം. നമുക്ക് പോർക്ക്, ചിക്കന്, ബീഫ്, പിന്നെ ഡക്ക് എല്ലാം നമുക്ക് കഴിക്കാം. നമുക്ക് എന്തൊക്കെ മീറ്റ് ഉണ്ട് എല്ലാം കഴിക്കാം. മീറ്റ് കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ
വളർത്തുന്നതാകുമ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ സാധാരണ പറമ്പിലൊക്കെ നടന്നിട്ട് കഴിക്കുന്ന വീട്ടിൽ സാധാരണ പറമ്പിലൊക്കെ നടന്നിട്ട് തീറ്റ കിട്ടുന്ന ഒരു ഇതാണ് നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് കോഴിയൊക്കെ നമുക്ക് നാടൻ കോഴിയെ കഴിക്കാൻ പറ്റുള്ളൂ, നാടൻ കോഴി മാത്രം കഴിക്കാൻ പറ്റുള്ളൂ. 150 ഗ്രാം കഴിക്കാം. പിന്നെ നമുക്ക് പോത്ത് നമുക്ക് അങ്ങനെ കഴിക്കാം. നമുക്ക് പോത്ത്, താറാവും ബ്രോയിലർ ചിക്കനും നോക്കണം. കാരണം വീട്ടിൽ വളർത്തുന്ന താറാവാണെന്നുണ്ടെങ്കിൽ ഓക്കെ. നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന താറാവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തീറ്റ കൊടുത്തിട്ട് വളർത്തുന്നത്. അതായത് നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് കൊടുക്കുന്ന തീറ്റ അഡീഷണലായിട്ട് നമ്മൾ കോണ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, തീറ്റ കൊടുത്ത് വളർത്തുന്ന ഇത് പെട്ടെന്ന് സെറ്റായി വരുന്ന, അതായത് പെട്ടെന്ന് വലുതായി വരുന്ന അതൊന്നും നമുക്ക് എന്താ വീട്ടിൽ കഴിക്കാൻ പറ്റില്ല. നമുക്ക് അതായത് സാധാരണ ബ്രോയിലർ കോഴി ആയാലും താറാവായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. വീട്ടിലുണ്ടാകണം താറാവ് കോഴിയൊക്കെ കഴിക്കാം. നമുക്ക് നാട്ടി എന്നിട്ട് നമുക്ക് നാട്ടി മീൻസ് നാടൻ കോഴി, നാടൻ താറാവൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഫിഷ് നമുക്ക് കഴിക്കാം. നമുക്ക് ഓരോ അളവുകളുണ്ട്. ഞാനിപ്പം രണ്ടാമത് ഞാൻ കീറ്റോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം 3 വർഷത്തിന് മുകളിൽ കീറ്റോ നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ രണ്ടാമത് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മാറ്റമുണ്ട്. പക്ഷേ ഇനിയും നല്ലോണം വെയിറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി ലെസ് ആവാണ്ട്, വെയിറ്റ്ലെസ് ആവാണ്ട് ഒരുപാട് ഇനി വെയിറ്റ് കുറയേണ്ടായിരുന്നു. 103 കിലോ ഉണ്ടായിരുന്നേ, അപ്പം 94 കിലോ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കീറ്റോ ഡയറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ടോട്ടൽ ഫുഡിൽ 70%, അതായത് 70% നമ്മൾ ഫാറ്റ് ആവണം. നമുക്ക് 70% അത് ഈസിയാണ്. നമ്മൾ രാവിലെ കുടിക്കുന്ന ബട്ടർ കോഫി നമുക്ക് എന്തായാലും രാവിലെ ഒരു 25 ഗ്രാം, വൈകുന്നേരം ഒരു 25 ഗ്രാം, അതായത് രാവിലെ 25 ഗ്രാം, രാത്രി 25 ഗ്രാം ബട്ടർ നമുക്ക് കിട്ടും. നമ്മൾ ബട്ടർ കോഫി കഴിക്കുമ്പോൾ നമുക്ക് ബട്ടർ കിട്ടും. നമുക്ക് ഫാറ്റ് കിട്ടാൻ ഏറ്റവും ഈസിയാണ്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ബട്ടർ കോഫി കഴിക്കുന്നത്. മാത്രമല്ല നമുക്ക് 5-6 മണിക്കൂർ സമയമൊക്കെ നമുക്ക് വിശപ്പ് നമുക്ക് ഇല്ലാതാവും. നമ്മൾ ഈ റമദാൻ മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റത്തൊക്കെ നമ്മളെ എന്താ പറയുക, നോമ്പിനൊക്കെ നമ്മൾ കീറ്റെടുക്കുമ്പോൾ നമ്മൾ രാവിലെ അത്താഴമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കീറ്റൊക്കെ എടുത്ത് കിടക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 5-6 മണിക്കൂർ നമുക്ക് സമയം നമുക്ക് വിശപ്പിനെ നമുക്ക് ഇല്ലാതാവും. നമ്മൾ കീറ്റെടുക്കുന്ന ആളാണെങ്കിൽ അവർക്കൊരു ഈ ഒരു നോമ്പ് നോക്കാൻ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അവർക്ക്. അപ്പോൾ പറഞ്ഞ കാര്യം വെച്ച് കണ്ടില്ല, നമ്മൾ ദിവസം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ 70% നമ്മൾ ഫാറ്റാക്കാൻ നോക്കണം. 70% നമ്മൾ ഫാറ്റാക്കുമ്പോൾ നമുക്ക് ബട്ടർ കോഫി എന്നുള്ള ബട്ടറിൽ നിന്നുള്ള ഫാറ്റ് കിട്ടും. പിന്നെ നമ്മൾ കഴിക്കുന്ന മറ്റുള്ള മീറ്റുകൾ നമുക്ക് എന്താവും, ഫാറ്റ് കിട്ടും. അപ്പോൾ അതൊന്ന് നോക്കുക. മീറ്റുകൾ കഴിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ 150 ഗ്രാം വിത്ത് സ്കിന്നോട് കൂടി കഴിക്കാം. പോത്ത് കഴിക്കാം, ആട് കഴിക്കാം. പിന്നെ പോർക്ക് കഴിക്കുന്നതിൽ പോർക്ക് കഴിക്കാം. മീറ്റ് എല്ലാം നമുക്ക് കഴിക്കാം. മറ്റേ ഫാമിൽ വളർത്തുന്ന കോഴി, അതായത് ബ്രോയിലർ കോഴി, പിന്നെ ഡക്ക്, താറാവ്, അതല്ലാത്തൊക്കെ നമുക്ക് കഴിക്കാം. നമുക്ക് ഫാമിൽ വളർത്തുന്ന അതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ തീറ്റ കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ, മറ്റേ കൂൺ അങ്ങനത്തെ തീറ്റ കൊടുത്തിട്ട് വളർത്തുന്ന കോഴിയും താറാവും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. ടോട്ടൽ കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു 70% നമ്മൾ 70% നമ്മൾ ഫാറ്റാക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഇത് ഏറെക്കുറെ സക്സസ് ആയി എന്നാണ് നമ്മൾ റേറ്റ്. പിന്നെ നമുക്കിതാ വേണ്ടത് പ്രോട്ടീൻ. നമുക്ക് വേണ്ടത് ഒരു ദിവസം നമുക്ക് വേണ്ടത് 20% മതി. അതിന് മുകളിലാവാൻ പാടില്ല. പ്രോട്ടീൻ കൂടിക്കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് നമ്മൾ വെയിറ്റ് ലോസിന് നമുക്ക് ക്ഷീണം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം പ്രോട്ടീൻ കൂടാതെ നോക്കണം. നമ്മൾ ചെറിയൊരു പീസ്, ഇത്ര പോകുന്നൊരു പീസ് നമ്മൾ എന്താ പറയുക, ചിക്കൻ, ബ്രോയിലർ ചിക്കനൊക്കെ ഇത്ര പോകുന്നൊരു പീസ് ബ്രോയിലർ ചിക്കൻ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ ബ്രോയിലർ ചിക്കൻ നമുക്ക് 70 ഗ്രാമിൻ്റെ മുകളിലൊക്കെ പ്രോട്ടീൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ നമുക്ക് 20 ഗ്രാം മാത്രം പ്രോട്ടീൻ മതി. നമ്മളെ ഡയറ്റിൻ്റെ പേര് ലോ കാർബ് ഹൈ ഫാറ്റ് എന്നാണ്. ലോ കാർബ് ഹൈ ഫാറ്റ്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ നമുക്ക് വേണ്ട. നമുക്ക് പിന്നെ കാർബ് 10% മതി. ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഫുഡിനെല്ലാം കൂടെ ഇൻടേക്ക് ചെയ്തിട്ട് 10% മതി. കാർബ് ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മളെ ചോറ്, ചപ്പാത്തിയൊക്കെ. ചോറിലൊക്കെ നല്ല കാർബ് വരുന്നുണ്ട്. അപ്പോൾ 10 ഗ്രാമിൻ്റെ മുകളിൽ എന്തായത് നമുക്ക് കാർബ് ഉണ്ടാവാതൊക്കെ നോക്കുക നമ്മൾ. അതായത് ഇത് അടങ്ങിയിട്ടുള്ള ഫുഡ്, കാർബ് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ ഈ 10 ഗ്രാം നമുക്ക് എന്തായാലും നമുക്ക് ആവും. കാരണം നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിൽ നിന്നും മാംസത്തിൽ നിന്നും മറ്റേതും മറിച്ചെല്ലാം കൂടെ ഒന്ന് ഇതായിട്ട് 10 ഗ്രാം നമുക്ക് എന്തായാലും ആവും. അത് നമുക്ക് കാർബ് നമുക്ക് ഒരു ദിവസം 10 ഗ്രാം മുതൽ ഒരു 20 ഗ്രാം വരെയൊക്കെ നമുക്ക് ആവാം. അതിൻ്റെ 10% നമുക്ക് വേണ്ടത്. നമുക്ക് കാർബ് നമുക്ക് ദിവസം 10% വരെ നമ്മുടെ ശരീരത്തിൽ നിന്ന് 10% നമുക്ക് വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഒരു 20% ഒക്കെ നമുക്ക് എന്താ കാർബ് ആയി നിന്നിട്ട് പ്രശ്നമൊന്നും. നമ്മൾ ദിവസം കഴിക്കുന്ന എല്ലാ ഫുഡും കൂടെ, നമ്മൾ ദിവസം കഴിക്കുന്ന ബദാമൊന്നും ബദാമൊക്കെ നമുക്ക് ഓപ്ഷണലാണ്. കാഷ്യൂവിൽ മാത്രം ബദാമൊക്കെ കഴിച്ചാൽ മതി.
നമ്മൾ ദിവസം കഴിക്കുന്ന എല്ലാ സ്നാക്സൊന്നും പിന്നെ മറ്റുള്ള ഫുഡും എല്ലാം കൂടെ ആയിട്ട് എന്തായാലും ഒരു 20 ഗ്രാം നമുക്ക് കാർബ് നമുക്ക് കിട്ടും. നമുക്ക് അതിന് മുകളിലാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇത്ര നോക്കിയാൽ മതി. കാര്യമായിട്ട് നമ്മൾ കീറ്റോ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫാറ്റ്, പ്രോട്ടീന്, കാർബ് ഈ 3 നോക്കിയാൽ മതി. അതായത് ഫാറ്റ് 70%, അതായത് 70%, പ്രോട്ടീന് 20%, കാർബ് 10%. അതായത് നമ്മൾ ടോട്ടൽ കഴിക്കുന്ന ഫുഡിൻ്റെ 70% നമ്മൾ ഫാറ്റും 20% മാത്രം പ്രോട്ടീനും 10% മാത്രം കാർബും. അത് നമ്മൾ ഒന്ന് അത് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കീറ്റോ എന്താ സക്സസ് ആയിരുന്നാണ്. അതിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കാർബ് 20 ഗ്രാമിൻ്റെ മുകളിലാവാതെ നമ്മൾ നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഫിഷ് നമുക്ക് ഒരു ദിവസം നമുക്ക് ഒരു 250 ഗ്രാം നമുക്ക് ഫിഷ് നമുക്ക് കഴിക്കാൻ പറ്റും. മീറ്റ് നമുക്ക് 250 ഗ്രാം കഴിക്കാൻ പറ്റും. പനീർ നമുക്ക് ദിവസം 150 ഗ്രാം കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ദിവസം 250 ഗ്രാമും അന്നേ ദിവസം തന്നെ നമ്മൾ 250 ഗ്രാം മറ്റേ മീറ്റ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നമ്മൾ ഫിഷ് കഴിക്കുകയാണെങ്കിൽ 250 ഗ്രാം നമുക്ക് കഴിക്കാം. 250 ഗ്രാം വരെ അതിൻ്റെ മുകളിൽ ആവരുത്. ഈ കുറച്ച് കൂടി നിന്നിട്ട് പ്രശ്നമുള്ളായിരുന്നില്ല, കുറഞ്ഞാലും പ്രശ്നമുള്ളായിരുന്നില്ല. അപ്പോൾ 250 ഗ്രാം വരെ നമുക്ക് മാക്സിമം കഴിക്കാം. മീറ്റും നമുക്ക് 250 ഗ്രാം വരെ കഴിക്കാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ദിവസം നമ്മൾ കുറച്ച് ഒരു 100 ഗ്രാംസ് നമ്മൾ മീറ്റ് കഴിച്ച് പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു 150 ഗ്രാം നമുക്ക് ഫിഷും കഴിക്കാം. നമുക്ക് അങ്ങനത്തെ പ്രശ്നമുള്ളായിരുന്നില്ല. രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് കഴിച്ചിട്ട് പ്രശ്നമുള്ളായിരുന്നില്ല. പക്ഷേ രണ്ടും കൂടെ എന്താവരുത്, 250 കൂടെ 500 ആവരുത്. രണ്ടും കൂടെ 250 500 ആവാത്ത രീതിയിൽ നമ്മൾ നോക്കുക. പിന്നെ പനീർ നമുക്ക് ഒരു ദിവസം ഒരു 150 ഗ്രാം വരെയൊക്കെ നമുക്ക് പനീർ കഴിക്കാൻ പറ്റും. വെജിറ്റബിൾസ് നമുക്ക് ഒരു ദിവസം 300 ഗ്രാം നമുക്ക് അനുവദനീയമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ഒരു ദിവസം 300 ഗ്രാം കഴിക്കാൻ പറ്റും. കോക്കനട്ട് ഒരു ദിവസം നമുക്ക് 80, പിന്നെ 100 കോക്കനട്ട് ഓയിൽ, അത് നമ്മളെ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ നമുക്ക് ദിവസം ഒരു 80 മില്ലി 100 മില്ലി വരെയൊക്കെ നമുക്ക് ദിവസം കഴിക്കാം. കോക്കനട്ടിൻ്റെ വെളിച്ചെണ്ണ. ബട്ടർ ഒരു ദിവസം 60-50 ഗ്രാം വരെ നമുക്ക് ബട്ടർ കഴിക്കാം നമുക്ക് ഒരു ദിവസം. മറ്റുള്ള ഫാറ്റൊക്കെ നമുക്ക് മറ്റുള്ള ഫുഡിൽ നിന്ന് കിട്ടും നമുക്ക്. പിന്നെ സാൾട്ട് 10 ഗ്രാം വരെ നമുക്ക് കഴിക്കാം നമുക്ക്. വാട്ടർ എല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം 3 ലിറ്റർ 4 ലിറ്റർ മതി. എല്ലാം കൂടെ ഒരു മാക്സ് ഏറ്റവും നല്ലത് 3.5 ആണെന്ന് എനിക്ക് തോന്നുന്നത്. 4 ആയിട്ട് കുഴപ്പമുള്ളായിരുന്നല്ല. 3.5 ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അധികം ആളുകൾ പറയുന്നത് 4 ലിറ്റർ എന്നാണ്. ഇനിയിപ്പോൾ 4 ലിറ്റർ കുടിക്കുമ്പോൾ ടെൻഷൻ ആവണ്ട, ആയിരുന്നിട്ട് ടെൻഷനൊന്നും ആവണ്ട. ഇങ്ങനത്തെ ഇത് വാങ്ങിയാൽ മതി, ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കുടിച്ചാൽ മതി. ബട്ടർ എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളത്. അതായത് നമ്മളെ എന്താ പറയുക, നമ്മൾ ഉപ്പിട്ട് നാരങ്ങ വെള്ളം, ബട്ടർ, കോഫി, സാധാരണ നമ്മൾ ദാഹിക്കുമ്പോൾ കുടിക്കുന്ന വെള്ളം എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് അത്ര ആയാൽ മതി. നമുക്ക് ഒരു 4 ലിറ്റർ ആയാൽ മതി. ഇതിൽ നമുക്ക് ഇത്ര ഉള്ളൂ നമുക്ക് ആകെ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇനി അതായത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ എന്താ ഏകദേശം കീറ്റോ നമുക്ക് സക്സസ് ആയി ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരാളെ ഒരു ദിവസത്തെ ഫുഡിൻ്റെ മെനു ഞാൻ അടുത്ത വോയിസിലാക്കി ഇട്ടുതരാം, അല്ലെങ്കിൽ ഈ വോയിസിൽ നിന്ന് ഇട്ടുതരാം, അടുത്ത വോയിസിൽ വേറെ ഇതാക്കി ഇട്ടുതരാൻ. ദിവസം നമുക്ക് കഴിക്കാൻ പറ്റിയുള്ള ഇത് മോർണിംഗിൽ നമുക്ക് ഒരു 25 ഗ്രാം ബട്ടർ കോഫി പ്ലസ് 2 എഗ്ഗ് ഓംലേറ്റ് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കഴിക്കാം. കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ നമ്മൾ മറ്റേ സാധാരണ ഗീൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. ഉച്ചക്ക് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നമുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്, കുറച്ച് കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ. പിന്നെ ഫിഷ്, മീറ്റ്, പനീർ, വെജിറ്റബിൾ ആൾക്കാണെങ്കിൽ പനീർ യൂസ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ. പിന്നെ ഈ ഈവനിങ് ഒരു 25 ഗ്രാം ബട്ടർ കോഫി, ഒരു 10 അണ്ടിപ്പരിപ്പ്, അല്ലെങ്കിൽ പിന്നെ അണ്ടിപ്പരിപ്പാണെങ്കിൽ നമുക്ക് 5 വരെ കഴിച്ചാൽ മതി. അതിൻ്റെ മുകളിൽ കഴിക്കാൻ പറ്റില്ല. ആൽമണ്ട് നമുക്ക് ബദാം നമുക്ക് 10 പീസൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ രാത്രിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുട്ടൊക്കെ നമുക്ക് ഈവനിങ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഈവനിങ് വേണമെന്നില്ല 25 ഗ്രാം ബട്ടർ നമുക്ക്, അതായത് 25 ഗ്രാം ബട്ടർ വേണമെങ്കിൽ നമുക്ക് എന്ത് ഈവനിങ് 25 ഗ്രാം ബട്ടറും പിന്നെ 10 അണ്ടിപ്പരിപ്പ് നമുക്ക് കഴിക്കാം. പിന്നെ അണ്ടിപ്പരിപ്പല്ല ബദാം കഴിക്കാം നമുക്ക്. രാത്രി സലാഡും 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ, അതായത് സലാഡിൽ 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് സലാഡിൽ 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്താൽ നമുക്ക് ഫുൾ ഫാറ്റായിട്ട് കിട്ടും നമുക്ക്. അതായത് സലാഡിൽ നമ്മൾ 2 ടീസ്പൂൺ ഒലീവ് ചേർത്താൽ ആ സലാഡ് ഫുൾ നമുക്ക് ഫാറ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഞാനെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈവനിങ് കഴിക്കാതെ ഞാൻ എന്ത് ചെയ്യും, രാത്രി കഴിക്കും. രാത്രി ഡിന്നറിൽ ഞാൻ ഒരു 25 ഗ്രാം ബട്ടർ കോഫി, ഒരു കോഴിമുട്ട കഴിക്കും. കാരണം ഈ ആൽമണ്ട്സിനൊക്കെ നല്ല വില കൂടുതലല്ല. ഒരു കോഴിമുട്ട കഴിക്കും. അപ്പോൾ ഒരു 3 കോഴിമുട്ട 4 വെച്ചിട്ട് അങ്ങനെ പ്രശ്നമായിരുന്നല്ലോ കേട്ടോ. അങ്ങനെ ഭയങ്കര ടെൻഷനാവൊന്നും വേണ്ട. പിന്നെ നമുക്ക് ദിവസം കഴിക്കാൻ പറ്റുള്ള ചീസ് നമുക്ക്
ദിവസം നമുക്ക് ചീസ് നമുക്ക് 50 ഗ്രാം വരെ കഴിക്കാം ചീസ്. പിന്നെ ഫ്ലക്സീഡ് നമുക്ക് ഒരു 20 ഗ്രാം കഴിക്കാം. അതായത് ഒരു 2 ടീസ്പൂൺ ഫ്ലക്സീഡ് ഒരു 20 ഗ്രാമൊക്കെ ഉണ്ടാവും. അതിന് മുകളിലാവരുത്. മുകളിലായി കഴിഞ്ഞാൽ കാർബ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. മുകളിലാവരുത്, നോക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ എന്തൊക്കെ വേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത ഇതിൽ നമ്മൾ വീഡിയോ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യമാണ്. കൊളസ്ട്രോൾ എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള സംഭവമാണ്. കൊളസ്ട്രോൾ അങ്ങനെ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊളസ്ട്രോൾ നമുക്ക് 2 തരം കൊളസ്ട്രോൾ വരുന്നുണ്ട്. നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും വെല്ലും നമുക്ക് വരുന്നുണ്ട്. ഒന്ന് HDL-ഉം LDL-ഉം വരുന്നുണ്ട്. നല്ലത് വരുന്നുണ്ട്, ചീത്തയും വരുന്നുണ്ട്. ചീത്ത കൊളസ്ട്രോളിൽ A, B എന്നിട്ട് അങ്ങനെ വേറെ തന്നെ വരുന്നുണ്ട്. അത് ഏതാണ് കൂടുന്നത് നോക്കണം. അങ്ങനെ അത്ര നമുക്ക് ഭയങ്കര സംഭവമായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ കൊളസ്ട്രോളിനെ കാണേണ്ടത് നമ്മൾ കീറ്റോ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിച്ചിട്ട് കീറ്റോ ചെയ്യരുതെന്നാണ് കീറ്റോയിൽ പറഞ്ഞത്. ബാക്കി എല്ലാ മരുന്നും കുടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീറ്റോ ചെയ്യാൻ പറ്റും. കീറ്റോ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ മരുന്ന് കുടിക്കുന്ന ആളാണെങ്കിൽ മരുന്ന് കൂടി നിർത്തിയിട്ട് എന്ത് ചെയ്യരുത്, ചിലപ്പോൾ ഒറ്റയ്ക്ക് മരുന്ന് കൂടി നിർത്തിയിട്ട് കീറ്റോ ചെയ്യരുത്, ദോഷം ചെയ്യും. കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിച്ചിട്ട് എന്ത് ചെയ്യരുത്, കീറ്റോ ചെയ്യരുത്. അല്ലാത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീറ്റോ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതിൽ ഞാൻ ഒന്നും കൂടെ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറ്റി കാണണം. കാരണം കീറ്റോ എന്ന് നിൽക്കാണ്ടിൽ ശരിക്കും നമ്മൾ പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഒറ്റയടിക്കാണ് ഓടിപ്പോയിട്ട് കീറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തിനേക്കാൾ അധികം ദോഷം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ വീഡിയോ വാരി വലിച്ചിട്ടുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നതാണ്. അപ്പം അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് നമ്മൾ എല്ലാവർക്കും കൂടി ഇങ്ങനെ പിന്നും ഇങ്ങനെ പറഞ്ഞു. കാരണം ഞാൻ ഒരു കാര്യം അവതരിപ്പിച്ച കാര്യം തന്നെ പിന്നെയും ഞാൻ അതായത് ഒരാൾക്കൊരു മെസ്സേജ് ഞാൻ പറഞ്ഞു കൊടുത്തു. അതായത് ഒരാളെൻ്റെ അടുത്ത് ഒരു ഡൗട്ട് ചോദിച്ചിട്ട് അയാൾക്ക് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് എനിക്കറിയാവുന്ന പോലെ ഞാൻ അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത ആളും പിന്നെ ചോദിക്കുന്ന ഈ മെസ്സേജ് തന്നെയായിരിക്കും. അപ്പോൾ ആൾക്കും ഞാൻ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഇതേപോലെ തന്നെ പിന്നെ മെസ്സേജ് അയക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.